ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്ന വിഷയം സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ പലവരും കണ്ട ഒരു വീഡിയോയുമായി ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അതായത് ചില ആളുകൾ ചോദിക്കാറുണ്ട്, സംശയം ഉന്നയിക്കാറുണ്ട്. ചില സൂഫിയാക്കന്മാർ അവർക്ക് വാദ്യോപകരണങ്ങൾ, മ്യൂസിക് പോലെയുള്ള ഹാർമോണിയം, പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാമോ? അങ്ങനത്തെ ആളുകൾക്ക് അത്തരം വേദികളിൽ ചാടാമോ, ആടാമോ, ഡാൻസ് പോലെയുള്ള നൃത്തങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ചില മുസ്ലിം വേഷധാരികളായ ആളുകൾ ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് അനുവദനീയമാകുമോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. സൂഫിയാക്കന്മാർക്ക് പറ്റുമെന്നും അവർക്ക് അനുവദനീയമാണ്, അതുകൊണ്ട് സൂഫി മജ്ലിസുകളൊക്കെ പറ്റും എന്ന് അവർ അതിന് ഞൊണ്ടി ന്യായങ്ങൾ പറയാറുമുണ്ടല്ലോ. എന്താണ് സത്യാവസ്ഥ എന്ന് പലരും ചോദിക്കാറുണ്ട്. വാസ്തവത്തിൽ ഹാർമോണിയം, അതുപോലെ തന്നെ തബല, അങ്ങനെയുള്ള വീണ പോലെയുള്ള ഉപകരണങ്ങൾ ഇസ്ലാം വിലക്കിയതാണ്. ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന സംഗതി അല്ല. അത് ചെയ്യണമെന്ന് ആരും തന്നെ പഠിപ്പിക്കുന്നുമില്ല. എന്നാൽ ചില തസവുഫിന്റെ പണ്ഡിതന്മാർ, ചില സൂഫി മഹത്തുക്കളായ ആളുകൾ, അവരുടെ ചിന്ത അങ്ങനെ കൂടുതൽ ചിന്ത എങ്ങനെ പോയപ്പോ അള്ളാഹുവിനെ പറ്റി ഒരു കൂടി ചിന്തിക്കുകയും മറ്റുള്ള സൃഷ്ടികളെ പറ്റി ഒരു ചിന്തയും ഇല്ലാതെ വന്നപ്പോ അവർ അങ്ങനെ ഇഖ്തിയാറിന്റെ തെക്ലീഫിന്റെ പരിധിയും വിട്ട് അവരുടെ ആ ഒരു പരിധിയും വിട്ട് പോയ ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ മദ്ഹിന് വേണ്ടി ചിലപ്പോൾ അവർ സൂഫി യഥാർത്ഥത്തിൽ തസവുഫിന്റെ മാധുര്യം നുകർന്ന ആളുകൾ, യഥാർത്ഥ സൂഫി ആ സ്റ്റേജിലേക്ക് എത്തിപ്പെട്ട ആളുകൾ, അതായത് അല്ലാഹു തആലയെ മാത്രം ചിന്തിക്കുകയും സൃഷ്ടികളുമായിട്ട് ഒരു ബന്ധവുമില്ല, സൃഷ്ടികളുമായി ഒരു ചിന്തയുമില്ല, ഒന്നുമില്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഉപയോഗിക്കുന്നത് കാണാൻ കഴിയും. അവർക്ക് അത് അനുവദനീയമാണ്. കാരണം അവർക്ക് തെക്ലീഫേ ഇല്ല, അവർ ഇഖ്തിയാറിന്റെ ആളുകളെ അല്ല. കാരണം അവർ ആ ഒരു സ്റ്റേജും വിട്ട് തെക്ലീഫിന്റെ പരിധിയും വിട്ട് അങ്ങനെ എത്തിയ ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഒരിക്കലും ഇത്തിബാഴ് ചെയ്യാൻ പാടില്ല. ഇബ്നു അജർ ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ ഇബ്നു അജർ റളിയല്ലാഹു അൻഹു തന്നെ അവിടുത്തെ തുഹ്ഫയിൽ പറയുന്നത് കാണാൻ കഴിയും. അത് ഇങ്ങനെ ലാ യുഖ്തദാ ബിമാ ഖാലു, തസവുഫിന്റെ യഥാർത്ഥ സൂഫിയിൽ എത്തിച്ചേർന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ മ്യൂസിക് ഉപയോഗിക്കുന്നതോ ഹാർമോണിയം പോലുള്ള ഉപകരണങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നത് കണ്ടാൽ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഖതീബ് ശിർബിനി റളിയല്ലാഹു അൻഹു മുഗ്നിയിൽ പറയുന്നത് ഇതേ രൂപത്തിൽ ഔസാഫിലുള്ള വിശേഷണമുള്ള ഇങ്ങനെ യഥാർത്ഥത്തിൽ അള്ളാഹിനെ പറ്റി ചിന്തിക്കുകയും പരിസരം മറക്കുകയും ഈ ലോകത്തെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെ പരിസരം മറന്ന് അള്ളാഹിനെ മാത്രം ലയിച്ച് ആ ഒരു അവസ്ഥയിലെത്തിയ ആ ഒരു ഹാല് മാറിയ ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് അത് അനുവദനീയമാണ്. അപ്പോൾ പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ ചർച്ചക്കെടുക്കുന്ന വിഷയമില്ല. കാരണം ഒരു തെക്ലീഫിന്റെ ആളുകളല്ല. അങ്ങനെ അവർക്ക് ഹറാമോ കറാത്ത് ചെയ്താൽ അത് ശരീഅത്തിന് വിരുദ്ധമായിട്ട് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അത് നമ്മൾ ഇത്തിബായ് ചെയ്യുവാനോ ഫോളോ ചെയ്യുവാനോ പാടില്ല എന്ന് മാത്രമല്ല, അത് നമുക്ക് ബാധകമല്ല. മാത്രമല്ല മഹാനവർ ഖതീബ് ശിർബിനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുഗ്നിയിൽ പറയുന്നത് ഫനജിദു അക്സറ മൻ യഫ്അലു ദാലിക ലൈസ മൗസൂഫൻ ബിഹാദാ, ഇങ്ങനെ ഉള്ള യഥാർത്ഥത്തിൽ സൂഫി ചിന്ത എത്തിയ ആൾക്കാരെ നമ്മൾ കാണാറില്ല. ഇതല്ലാത്ത ആളുകളാണ്, വേഷം കെട്ടിയ ആളുകളെ മാത്രമേ കാണാറുള്ളൂ. അതുകൊണ്ട് അവർക്കത് ബാധകമാവുകയില്ല. സൂഫി ചിന്തയിലെത്തിയ യഥാർത്ഥ സൂഫികളായ ആളുകൾ, അവർക്ക് മാത്രമേ അത് അവർ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അത് അനുവദനീയമാണ് എന്നതുകൊണ്ട് നമ്മൾ അത് ഇത്തിബാ ചെയ്യുവാനോ ഫോളോ ചെയ്യുവാനോ പാടില്ല. നമുക്കത് ബാധകമല്ല. കാരണം അവർ ഒരു യഥാർത്ഥത്തിൽ അള്ളാഹു ലയിച്ചു ചേർന്ന, അള്ളാഹുലായി ചേർന്ന ഒരു ഭൗതികലോകമായി ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളാണ്. അവർക്ക് ഈ വിഷയം തന്നെ ബാധിക്കുന്നില്ല, തെക്ലീഫിന്റെ അവർക്ക് ഇല്ല. അങ്ങനെയുള്ള ആളുകൾ ഉപയോഗിച്ചു എന്നതുകൊണ്ട് അത് നമ്മൾ ഇത്തിബാ ചെയ്യുവാൻ പാടില്ല. ഫലാ യുഖ്തദാ ബിമാ ഖാലു, നമ്മൾ അത് ഇത്തിബാ ചെയ്യാൻ തന്നെ പാടില്ല എന്ന്. അതുപോലെ തന്നെ നൃത്തം എന്നുള്ളത്, റഖ്സും ഈ നൃത്തം എന്നുള്ളത് ഇസ്ലാം വിരോധിച്ച കാര്യമാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഒരു അമിതമായിട്ടുള്ള ഒരു നൃത്തം, തസന്നിയോടുകൂടെ തകസ്സുർ എന്നൊക്കെ പറയും, അതോടുകൂടെ ഇത് അമിതമായ നൃത്തം, ഈ നൃത്തം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ റഖ്സ് അനുവദനീയമാണ്, നൃത്തം അനുവദനീയമാണ്, ആടൽ അനുവദനീയമാണ്. റഖ്സിന് നൃത്തമെന്നോ ആടലെന്നോ അർത്ഥം വെക്കാം. ചില ഫിഖ്ഹിന്റെ കിതാബുകളിൽ റഖ്സ് ചെയ്തെന്ന് പറയുന്നുണ്ട്.
അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഇങ്ങനെ ദിക്റിലൊക്കെ ലയിച്ചു ചേർന്നുകൊണ്ട് അറിയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ലയിച്ചു ചേർന്നുകൊണ്ട് നമ്മൾ അങ്ങനെ ചൊല്ലാറുണ്ട്. അത് ലയിച്ചു ചെല്ലുമ്പോൾ നമ്മൾ ഇങ്ങനെ ആടാറുണ്ട്. ഈ ആട്ടം അനുവദനീയമാണ്, അത് തെറ്റല്ല. എന്നാൽ ചില നൃത്തരൂപത്തിലുള്ള സ്വഭാവം, ചില ആളുകൾ നൃത്തം ചെയ്യുന്ന മാതിരിയുള്ള ആട്ടവും ചാട്ടവും, ഇത് തെറ്റാണ്, ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ റഖ്സ് എന്നുള്ളത് 2 രൂപത്തിലുണ്ട്. അത് വെറും ഇസ്തിഖാമത്തോടുകൂടെ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു ആടലോ ചാടലോ അത് ഹറാമാണെന്ന് പറഞ്ഞുകൂടാ. അതല്ലാതെ വെറും ആട്ടവും ചാട്ടവും ഓട്ടവും ആയി മാറുന്ന രൂപത്തിലുള്ളതാണെങ്കിൽ അത് തെറ്റാണ്, ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥ ഇങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഖാത്തിമത്തിൽ ബഹുമാനപ്പെട്ട ഇസുദ്ദീൻ അബ്ദുസ്സലാം എന്ന് പറയുന്ന വലിയ മഹാപണ്ഡിതർ, സുൽത്താനുൽ ഉലമ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മഹാപണ്ഡിതർ, അവർ ഇങ്ങനെ നൃത്തം ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു, അങ്ങനെ പറയപ്പെടുന്നുണ്ടല്ലോ. അതിനെപ്പറ്റി ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ബഹുമാനപ്പെട്ട ഇസുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു തൊട്ട് അങ്ങനെ ഉദ്ധരിക്കപ്പെടുന്ന സംഗതി നമ്മൾ അതിനെ വ്യാഖ്യാനം കണ്ടെത്തണം, മനസ്സിലാക്കണം. എന്ത്? മഹാനവറുകൾ ഇസ്ലാം വിലക്കിയ രൂപത്തിലുള്ള ആടലല്ല, വെറും ചലനം മാത്രമാണ്. ദിക്റിലൊക്കെ നമ്മൾ ആടും പോലുള്ള ചലനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതല്ലാതെ ഇസ്ലാം വിലക്കിയ രൂപത്തിലുള്ള ആട്ടമോ ചാട്ടമോ മഹാനവറുകൾ ഉണ്ടായിട്ടില്ല എന്ന്. മാത്രമല്ല മഹാനവറുകൾ തന്നെ ഇസുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു തന്നെ ഇതിന് നഖശിഖാന്തം എതിർത്തിട്ടുണ്ട്. ഗഫുരിയ എന്ന കിതാബിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അങ്ങനെ ഇസുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു തൊട്ട് അങ്ങനെ പറയപ്പെടുന്നുവെങ്കിൽ മഹാനവറുകളുടെ അൽ ഖവാഇദുൽ കുബ്ര എന്ന് പറയുന്ന വലിയ ബൃഹത്തായ ഒരു ഗ്രന്ഥം, മഹാനവറുകളെ ആ ഒരു വിഷയത്തെ നഖശിഖാന്തം എതിർക്കുകയാണ് ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ. എന്നിട്ട് അവരെടുത്തു നിന്ന് തന്നെ ഇങ്ങനെ റഖ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മഹാനവറുകൾക്ക് റഖ്സ് ഉണ്ടായതെന്ന് പറയുന്നത് ദിക്റിന്റെ മജ്ലിസിലും ഇങ്ങനെ ആടിയതും അങ്ങനെ ആട്ടവും, ഈ ആട്ടത്തെ പറ്റിയാണ് മഹാനവറുകൾ ഉണ്ടായത് എന്നല്ലാണ്ട് ഇസ്ലാം വിലക്കിയ രൂപത്തിലുള്ള ആട്ടമോ ചാട്ടമോ മഹാനവറുകളുടെ രൂപത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് കാണാൻ കഴിയും, ബഹുമാനപ്പെട്ട കല്ലൂബി അതുള്ള ഗ്രന്ഥങ്ങൾ കാണാൻ കഴിയും, ഹാർമോണിയം പോലെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്, മ്യൂസിക്കിന്റെ ഉപകരണങ്ങൾ, ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നതിനെ പറ്റിയും ബഹുമാനപ്പെട്ട കല്ലൂബിയിലും ബുജൈരിമിയിലും പറഞ്ഞത് കാണാൻ കഴിയും. അങ്ങനെ ഏതെങ്കിലും ഒരു സൂഫി ആളുകൾ, സൂഫി ചിന്താഗതിയുള്ള ആളുകൾ, മുൻകാലക്കാരെ ആളുകൾ അവരങ്ങ് ചെയ്തതുകൊണ്ട് ഫലായു അലൈഹിം അതിനെ അവലംബിക്കാൻ പാടില്ല, അത് നമ്മൾ ഇത്തിബാ ചെയ്യാൻ പാടില്ല. കാരണം അവരുടെ ഹാല്, അവരുടെ അവസ്ഥ അത് അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അവർ തെക്ലീഫിന്റെ പരിധി വിട്ടുള്ള ആളുകളാണ്, അവർക്ക് തെക്ലീഫേ ഇല്ല, ഇഖ്തിയാറില്ലാത്ത ആളുകളാണ്, അതും വിട്ട ആളുകളാണ്. അവരുടെ ഈ കൽപ്പന ഈ ഭാഗ വിഷയം ബാധിക്കുന്നേ ഇല്ല, ഹറാമക്കറാത്ത് ഒന്നും ബാധിക്കുന്നില്ല. പിന്നെ അവരോട് എങ്ങനെയാണ് ഇത് പറയുക? അപ്പൊ അത്തരം ആളുകളിൽ നിന്ന് ഉണ്ടായി എന്നതുകൊണ്ട് നമ്മൾ അവലംബിക്കുവാനോ അതിത്തിബാ ചെയ്യുവാനോ ഫോളോ ചെയ്യുവാനോ പാടില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഏതെങ്കിലും ഇസ്ലാമിന്റെ വേഷധാരികളായ ആളുകൾ, കള്ളത്തൊരീക്കത്തുകാർ, ഇസ്ലാമിക വിരുദ്ധമായി നടക്കുന്ന കള്ളത്തൊരീക്കത്തുകാർ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ പോയി നമ്മുടെ ഈമാൻ നശിപ്പിക്കേണ്ടതില്ല. സംശയങ്ങൾ കമന്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.